ഹായ്, എൻ്റെ പേര് ഡോക്ടർ സനീഷ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വിശപ്പും ദാഹവും തമ്മിലുള്ള ഒരു കണക്ഷനെ പറ്റിയാണ്. അപ്പോൾ നമ്മുടെ ബോഡിയിൽ എല്ലാവർക്കും ഒരു തലച്ചോറിലാണ് വിശപ്പും ദാഹവും ഒക്കെ നിയന്ത്രിക്കുന്ന സെൻറ്റേഴ്സ് ഉള്ളത്. അപ്പോൾ നമ്മുടെ ബോഡിക്ക് വിശപ്പിനുണ്ടാകുന്ന അതേ സെൻസേഷൻ തന്നെയാണ്, അതേ ഏരിയ തന്നെയാണ് ബ്രെയിനിൽ ദാഹത്തിനെയും കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ബോഡിക്ക് ഈസി ആയിട്ട് വിശപ്പിനെയും ദാഹത്തെയും തിരിച്ചറിയാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ചില സമയങ്ങളിൽ നമുക്ക് വളരെയധികം ദാഹം തോന്നുകയും അതേസമയം തന്നെ അതൊരു വിശപ്പായിട്ട് നമ്മുടെ ബ്രെയിൻ തെറ്റിദ്ധരിച്ചിട്ട് നമ്മൾ ഫുഡ് കഴിക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയുന്നതെന്ന് നോക്കാം. അതായത് നമുക്ക് യഥാർത്ഥത്തിൽ നമുക്കപ്പോൾ ഒരു ടയർഡ്നെസ് അല്ലെങ്കിൽ ഒരു ക്ഷീണം, തലവേദന ഇതൊക്കെ തോന്നുന്നത് വിശപ്പ് കൊണ്ടായിരുന്നു, അതോ ഒരു ഭക്ഷണം കഴിക്കേണ്ട ആവശ്യം ഉണ്ടായതുകൊണ്ടാണോ, അതോ നമ്മൾ തീർത്തും ഡീഹൈഡ്രേഷനായിട്ട് നിർജ്ജലീകരണം സംഭവിച്ചിരിക്കുന്നതുകൊണ്ടാണോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വിശപ്പാണെങ്കിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വയറിനകത്തൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിക്കേണ്ട ഒരു ആവശ്യം അതൊക്കെ തോന്നും. അതേപോലെ തന്നെ ആയിരിക്കും ദാഹം ഉണ്ടാകുമ്പോഴും നമുക്ക് തോന്നുന്നത്. അതായത് നമ്മുടെ വായ്ക്കകത്ത് നിർജ്ജലീകരണം, വായ്ക്കകം അങ്ങ് ഡ്രൈ ആകുക, ഒരു ടയേർഡായിട്ട് ഫീൽ ചെയ്യും, ഒരു ഹെഡേക്ക് ഒക്കെ, ഒരു തലവേദനയൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ ഇത് തമ്മിൽ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഒരു വൈകുന്നേരം പെട്ടെന്നൊരു അധികം മധുരമുള്ള ഒരു സാധനം കഴിക്കണമെന്ന് തോന്നുക, അല്ലെങ്കിൽ ഒരു കുറേ ഉപ്പുള്ള ഒരു സാധനം കഴിക്കണമെന്ന് തോന്നുക, ഒരു സോൾട്ട് ക്രേവിങ് അല്ലെങ്കിൽ ഷുഗർ ക്രേവിങ് വന്നു കഴിഞ്ഞാൽ അതൊരു വിശപ്പാണോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു സമയത്ത് തന്നെ നമ്മൾ പോയി ഫുഡ് പെട്ടെന്ന് എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ അതൊരു ദാഹം കൊണ്ടായിരുന്നെങ്കിൽ അത് കൂടുതൽ കാലറി നമ്മുടെ ബോഡിയിൽ എത്തുകയും ചെയ്യും. ദാഹം എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ മാറുകയുമില്ല. അപ്പോൾ ഇത് രണ്ടും തിരിച്ചറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പം ഈ പറഞ്ഞ പോലെ സിംറ്റംസ് നമുക്ക് ബോഡി കാണിക്കുന്ന സിംറ്റംസും ലക്ഷണങ്ങളും ഒക്കെ ഏതാണ്ട് ഒരുപോലെയൊക്കെയാണ്. അപ്പോൾ ആകെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പെട്ടെന്ന് നമുക്കിങ്ങനെ ഒരു ഷുഗർ ക്രേവിങ് അല്ലെങ്കിൽ സോൾട്ട് ക്രേവിങ്, പെട്ടെന്നൊരു ഭയങ്കരമായ വിശപ്പ് അല്ലെങ്കിൽ ഒരു തലവേദന, നമ്മളത് വിചാരിക്കുകയാണ് നമുക്കത് വിശപ്പിൻ്റെ ഒരു ലക്ഷണമായിട്ട് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക ആ സമയത്ത്. എന്നിട്ടൊരു 10 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ അതൊരു ഡീഹൈഡ്രേഷൻ കൊണ്ടുള്ള സിംറ്റം ആയിരുന്നെങ്കിൽ അത് അതിൽ നിന്നും വളരെയധികം വ്യത്യാസം ഉണ്ടാവുകയും നമ്മുടെ സിംറ്റം എല്ലാം ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്യും. ആ ഒരു ക്രേവിങ് അങ്ങ് മാറുകയും ചെയ്യും. അപ്പോൾ ആ ഒരു 10 മിനിറ്റിനുള്ളിൽ അത് സംഭവിക്കുന്നില്ലെങ്കിൽ അതൊരു ചിലപ്പോൾ ഒരു വിശപ്പ് കൊണ്ടായിരിക്കാം, നമുക്കൊരു ചെറിയൊരു സ്നാക്ക് ആ സമയത്ത് കഴിക്കാം. അപ്പോൾ ഇങ്ങനെ കൃത്യമായ ഇടവേളകളിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിനൊപ്പം തന്നെ നമ്മൾ വെള്ളവും കുടിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഒരു ദിവസം ഇത്ര ലിറ്റർ വെള്ളം കുടിക്കണം എന്നൊരു ടാർഗറ്റ് ഇല്ല. അതായത് നമുക്ക് ദാഹം തോന്നുമ്പോഴെല്ലാം വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അതൊരു ഹാബിറ്റാക്കി മാറ്റുന്നതിലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നമ്മൾ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ തന്നെ, ഇപ്പോൾ നമ്മൾ ഓഫീസിലാണെങ്കിൽ ഓഫീസിലെ നമ്മുടെ ടേബിളിൽ നമ്മൾ ഒരു വാക്കിന് പോകാമെങ്കിൽ ആ സമയത്ത് നമ്മുടെ കയ്യിൽ ഒരു ചെറിയ വാട്ടർ ബോട്ടിൽ കൈവെക്കുക. അതേപോലെ കാറിൽ നിങ്ങൾ കുറേ അധികം ഡ്രൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ കാറിനകത്തും ഒരു വാട്ടർ ബോട്ടിൽ വെക്കുക. അപ്പോൾ ഈ സമയത്തെല്ലാം തന്നെ ഈ വെള്ളം നമ്മൾ കാണുമ്പോൾ അത് കുടിക്കേണ്ടതായിരുന്നല്ലോ എന്ന് നമ്മുടെ മനസ്സിന് ഓർമ്മ വരികയും നമ്മൾ വെള്ളം കുടിക്കുകയും ചെയ്യും. അപ്പോൾ ഒരു ഈസി ആക്സസിബിൾ ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടത്തക്ക രീതിയിൽ വെള്ളം നമ്മുടെ കൂടെ കൊണ്ടു നടക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ റെഗുലറായിട്ട് നമ്മളിങ്ങനെ അലാംസ് ഒന്നും ഇപ്പോൾ അവേർലി അല്ലെങ്കിൽ ഒരു മണിക്കൂറിൽ 2 മണിക്കൂറിൽ നമ്മൾ അലാംസ് വെച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ബോഡി ഇഗ്നോർ ചെയ്യാനാണ് ചാൻസ്. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ മറ്റുള്ള ആക്ടിവിറ്റീസ്, നമ്മുടെ ഡേ ടു ഡേ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസുമായിട്ട് നമ്മുടെ വെള്ളം കുടിക്കുന്നതിനെ ജോയിൻറ്റ് ചെയ്യുന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക. അപ്പോൾ അത് നമ്മുടെ ബെഡിൻ്റെ സൈഡിൽ തന്നെ വാട്ടർ ബോട്ടിൽ വെക്കുക. നമ്മൾ എഴുന്നേറ്റ ഉടനെ തന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക. അതേപോലെ തന്നെ എല്ലാ പ്രധാനപ്പെട്ട ഭക്ഷണങ്ങൾക്കും മുന്നേ നമുക്ക് ആവശ്യമുള്ള വെള്ളം കുടിക്കുക. 1-2 ഗ്ലാസ് വെള്ളം കുടിക്കുക. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും നമ്മൾ കഴിക്കും, അപ്പോൾ അതിന് മുന്നേ ഒരു 1-2 ഗ്ലാസ് വെള്ളം കുടിക്കുക. പിന്നെ ലഞ്ചിന് മുന്നേയും നമ്മുടെ ഈവനിങ്ങുള്ള ഫുഡിന് മുന്നേയും രാത്രി കഴിക്കുന്നതിന് മുന്നേ എല്ലാം 1-2 ഗ്ലാസ് വെള്ളം കുടിച്ചാൽ തന്നെ ഒരു 8-10 ഗ്ലാസ് വെള്ളം നമ്മുടെ ബോഡിയിലെത്തും. അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ അറ്റ്ലീസ്റ്റ് ഒരു 3 മണിക്കൂർ ഇടവിട്ടെങ്കിലും ഒരു അലാമോ അല്ലെങ്കിൽ ഒരു റിമൈൻഡറോ നമ്മുടെ ഫോണിൽ വെച്ച് കഴിഞ്ഞാൽ അതും നമുക്ക് വെള്ളം കുടിക്കാൻ നമ്മളെ സഹായിക്കും. പിന്നെ വെള്ളത്തിന് കുടിക്കണമെന്ന് തോന്നുമ്പോൾ നമുക്ക് എപ്പോഴും ആക്സസിബിളായിട്ട് വെള്ളം നമ്മുടെ കൈ കൂടെ ഉണ്ടെന്നുള്ളതും നമ്മൾ കണക്കാക്കാം. ഇപ്പോൾ ഈ വെള്ളത്തെപ്പറ്റി പറയുമെങ്കിലും ഇതിനകത്ത് നമ്മൾ ചായ, കാപ്പി അതിനെയൊന്നും നമ്മളിതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ്, ജ്യൂസസ് ഇതിനെയൊന്നും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല.
ഇതിനകത്തുള്ള വെള്ളമുണ്ടെങ്കിലും അതിനകത്തുള്ള മറ്റ് കാര്യങ്ങൾ നമ്മളെ കൂടുതൽ ഡീഹൈഡ്രേഷനിലേക്ക് തള്ളിവിടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കോഫിയൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ ആ ഒരു കുടിക്കുന്ന സമയത്ത് ഒരു ഉന്മേഷം ഉണ്ടാവുമെങ്കിലും പിന്നീട് അത് നമുക്ക് ഡീഹൈഡ്രേഷനിലേക്ക് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പറയുന്നതെല്ലാം തന്നെ ഇപ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള പച്ചവെള്ളത്തെ പറ്റിയാണ് പറയുന്നത്. ഇപ്പോൾ പച്ചവെള്ളം കുടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കാം, അല്ലെങ്കിൽ പച്ചവെള്ളത്തിനകത്ത് നമുക്ക് പലതരം മിൻറ്റ് അങ്ങനെയുള്ള ഫ്ലേവറുകളൊക്കെ ആഡ് ചെയ്തിട്ട് മധുരമില്ലാത്തതൊക്കെ ആഡ് ചെയ്ത് നമുക്ക് കുടിക്കാം. അപ്പോൾ സ്ഥിരമായിട്ട് നമ്മളിങ്ങനെ നമ്മൾ കുടിക്കുന്ന വെള്ളത്തെപ്പറ്റി ബോധവാന്മാരാവുകയും നമുക്ക് ഈ വരുന്ന സിംറ്റംസ് നമുക്ക് വേണമെന്ന ലക്ഷണങ്ങൾ ചിലപ്പോൾ ദാഹത്തിൻ്റെതായിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഡെയിലി നമ്മൾ വിശപ്പാണെന്ന് കരുതി എക്സ്ട്രാ ഫുഡ് കഴിക്കുന്നത് കുറയ്ക്കാനും സ്ഥിരമായിട്ട് ഡീഹൈഡ്രേഷൻ അവോയ്ഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് നല്ല ടോൺ വരാനും നമ്മുടെ ബ്രെയിൻ നല്ലപോലെ ഫങ്ഷൻ ചെയ്യാനും എല്ലാം സാധിക്കും. അപ്പോൾ എപ്പോഴായാലും നെക്സ്റ്റ് ഡേ നിങ്ങൾക്ക് ഇനി ഒരു വളരെ അധികമായിട്ടൊരു വിശപ്പ് തോന്നുന്ന സമയത്ത് ഒരു സ്നാക്ക് എടുക്കാൻ നിങ്ങൾ പോകുന്നതിന് മുന്നേ ഒന്ന് ചിന്തിക്കുക, ഇത് വിശപ്പാണോ അതോ ദാഹമാണോ, എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് 10 മിനിറ്റ്സ് 10 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് പിന്നീട് ഭക്ഷണം കഴിക്കുക. അപ്പോൾ ഇത് ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.